കൺവിൻസ് ഓർ കൺഫ്യൂസ്. സെയിൽസ് മേഖലയിലോ കമ്മ്യൂണിക്കേഷൻ മേഖലയിലോ ജോലി ചെയ്യുന്നവർ ആരെങ്കിലും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും സുപരിചിതമായിട്ടുള്ള വാക്കുകളായിരിക്കാം ഞാനിപ്പോൾ പറഞ്ഞ ഈ രണ്ട് വാക്കുകൾ. ഒരു ഉൽപ്പന്നം വിൽക്കുവാനോ ഒരു ആശയം സമൂഹത്തിലേക്ക് എത്തിക്കാനോ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള മെത്തേഡുകൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ആക്റ്റീവ് ലിസണിംഗ് ഫ്രെയിംവർക്ക്, ഡിസ്കമ്മ്യൂണിക്കേഷൻ, 3 C's ഓഫ് സെയിൽസ്, അങ്ങനെ പലതരത്തിലുള്ള ആശയവിനിമയത്തിനുള്ള മെത്തേഡുകൾ. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ രണ്ട് മെത്തേഡുകൾ ധാർമ്മികമായിട്ടുള്ള വളരെ എത്തിക്കലായിട്ടുള്ള മെത്തേഡുകളാണ്. എന്നാൽ ഈ ലിസ്റ്റിലെ ഏറ്റവും അധാർമികമായ ഏറ്റവും കുടിലമായ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിന്റെ പേരാണ് 3 C's ഓഫ് സെയിൽസ് എന്ന് പറയുന്ന മെത്തേഡ്. കൺവിൻസ് ഓർ കൺഫ്യൂസ് ആൻഡ് ക്ലോസ് ദ ഡീൽ എന്നതാണ് പൊതുവിൽ ഈ മെത്തേഡിന്റെ ഒരു രീതി. വളരെ സിമ്പിളാക്കി പറഞ്ഞാൽ, മുൻപിലുള്ളയാളെ കൺവിൻസ് ചെയ്യാൻ ആദ്യം ശ്രമിക്കുക. അത് നടന്നില്ലെങ്കിൽ അയാളെ കൺഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കി ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. വിവിധങ്ങളായിട്ടുള്ള ആശയവിനിമയ രീതികളെപ്പറ്റി വിശദീകരിക്കാനല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരു ആശയം ഫലപ്രദമായി ആളുകളിലേക്ക് എത്തിക്കാൻ ധാർമ്മികമായിട്ടുള്ള രീതികളുണ്ട് എന്നതോടൊപ്പം തന്നെ അധാർമികവും കുടിലവുമായിട്ടുള്ള രീതികളും ആളുകൾ അവലംബിക്കാറുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ചേടാ, ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്നല്ലേ? അതിലേക്കാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ ദിവസം വടകര MP ആയ ശ്രീ ഷാഫി പറമ്പിലും കുണ്ടറ MLA ആയ ശ്രീ PC വിഷ്ണുനാഥും ചേർന്ന് കേരള ചരിത്രത്തിലെ പെൻഷൻ നാൾ വഴികൾ എന്ന രീതിയിലുള്ള 5 മിനിറ്റ് 59 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അവർ പുറത്തിറക്കിയത് കാണുകയുണ്ടായി. നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടു കാണും. ഇപ്പോഴും കോൺഗ്രസിലെ പ്രവർത്തകരും അനുഭാവികളും ആ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുമുണ്ട്. തീർത്തും അധാർമികമായ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനെ പറ്റി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. ജനങ്ങളെ നേരായ വഴിയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും കൺഫ്യൂസ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് ഉദ്ദേശിച്ച കാര്യം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന 3 C's ഓഫ് സെയിൽസ് എന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡിന്റെ പരീക്ഷണമാണ് ശ്രീ PC വിഷ്ണുനാഥും ശ്രീ ഷാഫി പറമ്പിലും കൂടെ ആ വീഡിയോയിലൂടെ നടത്തുന്നത്. ഷാഫിയും വിഷ്ണുനാഥും ഉന്നയിച്ച ഓരോ കാര്യങ്ങളെയും സത്യസന്ധമായി പരിശോധിക്കാനും അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ച ചില കാര്യങ്ങളെ തുറന്നു കാണിക്കാനുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആവശ്യം? കൺഫ്യൂസിംഗ് പരിപാടി ഇവർ ആരംഭിക്കുന്നത് ഈ ചോദ്യം മുതലാണ്. കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആവശ്യം? ആർ ശങ്കർ ഗവൺമെന്റ് ആണ്. 62 ലക്ഷം പേർക്ക് ഇന്ന് കൊടുക്കുന്ന ക്ഷേമ പെൻഷനെ പറ്റിയാണോ ഷാഫി ചോദിച്ചതും വിഷ്ണുനാഥ് മറുപടി പറഞ്ഞതും? അല്ല. പിന്നെ ഏതാണ് ഈ ആർ ശങ്കർ തുടങ്ങി വെച്ചു എന്ന് ഇവർ അവകാശപ്പെടുന്ന ആ പെൻഷൻ? അത് ഇന്നത്തെ ക്ഷേമ പെൻഷനാണോ? അല്ല, അത് വൃദ്ധരായ ആളുകൾക്ക് വേണ്ടി, വൃദ്ധരായ അനാഥർക്ക് വേണ്ടി തുടങ്ങിവെച്ച അനാഥർക്ക് വേണ്ടിയുള്ള പെൻഷനായിരുന്നു. പ്രധാനമായും ഭിക്ഷാടനം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ പെൻഷൻ തുടങ്ങി വെച്ചത്. ആ പെൻഷനും ഇന്ന് വ്യാപകമായി ഇപ്പൊ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലെ ക്ഷേമ പെൻഷനും, അതായത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ലഭിക്കുന്ന പെൻഷനുമായി നേരിട്ടുള്ള ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ചോദ്യം ഷാഫി ചോദിക്കുന്നതും വിഷ്ണുനാഥ് ഇതിനിങ്ങനെ ഉത്തരം പറയുന്നതിനും പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. വൃദ്ധരായ അനാഥർക്ക് വേണ്ടിയുള്ള അന്നത്തെ ആ പെൻഷനും ഇന്ന് കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ് ഏതാണ്ട് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പെൻഷനും കൂടെ ചേർത്ത് കെട്ടി കേൾവിക്കാരെയും കാഴ്ചക്കാരെയും ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇന്നത്തെ പെൻഷന്റെ ക്രെഡിറ്റ് മുഴുവൻ ഏതാണ്ട് കോൺഗ്രസിനും ഒപ്പം തന്നെ ആർ ശങ്കറിനും കൊടുക്കാനും ഒപ്പം ഈ വിഷയത്തെപ്പറ്റി സാമാന്യ ധാരണയൊന്നും ഇല്ലാത്ത ആളുകളെ എങ്ങനെയെങ്കിലും ഒന്ന് കൺഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഷാഫി ഇത് ചോദിക്കുന്നതും വിഷ്ണുനാഥ് ഈ ക്വസ്റ്റ്യന് മറുപടി പറയുന്നതും. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്ന 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള പെൻഷൻ തുടങ്ങി വെച്ചത് എവിടെയാണ്, എപ്പോഴാണ്? രേഖകൾ പരിശോധിച്ചാൽ 1980 EK നായനാർ ഗവൺമെന്റാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. 1980 മാർച്ച് 23 ബജറ്റ് ചർച്ച വായിച്ചു നോക്കിയാൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിനെ ഈ പെൻഷൻ തുടങ്ങിയതിനോടുള്ള നിലപാട് എന്താണെന്ന് ഏതാണ്ട് എല്ലാവർക്കും പിടികിട്ടും. മാത്രവുമല്ല, ഈ കോൺഗ്രസിന് പൊതുവിലുള്ള ഈ പെൻഷനോടുള്ള അവരുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന റിസർച്ച് വിദ്യാർത്ഥികൾക്ക് പറ്റിയ ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടിയാണ് അന്നത്തെ ബജറ്റ് ചർച്ച. ഇനി നമുക്ക് ഷാഫിയുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 300-400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300-400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണോ? 300-400 രൂപയാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണോ? 300-400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. എന്തിനാണ് വിഷ്ണുനാഥെ അങ്ങിങ്ങനെ കള്ളം പറയുന്നത്? ഈ 300 എങ്ങനെ 400 എന്ന ചോദ്യത്തിന് മുമ്പ് മറ്റൊരു ചോദ്യമുണ്ടല്ലോ. 45 രൂപയിൽ തുടങ്ങിയ ക്ഷേമ പെൻഷൻ എങ്ങനെ 300 എന്ന ചോദ്യം. അതിനുത്തരം അറിയാൻ ഷാഫിക്ക് ആഗ്രഹമുണ്ടാവില്ല എന്നെനിക്കറിയാം. എങ്ങനെ ഇത് 300 എന്നതിന്റെ ഉത്തരം ഞാൻ പെട്ടെന്ന് പറയാം. എന്നിട്ട് ഈ 300-400 ആ നുണയിലേക്ക് വരാം. 1980 45 രൂപയിൽ തുടങ്ങിയ പെൻഷൻ
1987 EK നായനാർ തന്നെ 60 രൂപയാക്കി ഉയർത്തുന്നു. 91 കരുണാകരൻ ഗവൺമെന്റ് 10 രൂപ കൂട്ടി അത് 70 ആക്കി മാറ്റുന്നു. 96 വന്ന നായനാർ 80 പിന്നീട് അത് 100 രൂപയുമാക്കി ഉയർത്തുന്നു. 2008 അധികാരത്തിൽ വന്ന VS ഗവൺമെന്റ് അത് 200 ആക്കുന്നു. അതേ സർക്കാർ തന്നെ 250 300 ഉയർത്തുന്നു. ഇനി ഷാഫിയുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. 300 400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300 400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. എന്ത് ഡാറ്റയുടെ പുറത്താണ് നിങ്ങൾ ഇപ്പോൾ ഈ കള്ളം പറഞ്ഞത്? ഈ രേഖ എടുക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി ഇതിന്റെ ഡീറ്റെയിൽ കിട്ടും. LSTDയുടെ വെബ്സൈറ്റിൽ പെൻഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ LSTD വെബ്സൈറ്റിൽ ഇങ്ങനെ ഓരോ വർഷവും കൂട്ടിയതിന്റെ പെൻഷൻ ഹിസ്റ്ററി ഇപ്പോഴും കിടപ്പുണ്ട്. ആർക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. പക്ഷെ വെബ്സൈറ്റിൽ പറയുന്നത് 300 400 രൂപയാക്കിയത് 2011 മെയ് മാസത്തിലാണെന്നാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ്. നിങ്ങൾ ഈ പറഞ്ഞത് നുണയാണെന്ന് മനസ്സിലാക്കാൻ വെബ്സൈറ്റ് രേഖ മാത്രം നോക്കേണ്ട കാര്യമില്ല, വേറെയും നിയമസഭാ രേഖകളുണ്ട്. ഇതൊന്ന് നോക്കൂ. 2011 ബജറ്റ് പ്രസംഗത്തിന്റെ ഒരു നിയമസഭാ രേഖയാണിത്. ഇനി ഇതെല്ലാം മാറ്റിവെച്ചാലും വേറൊരു പ്രശ്നമുണ്ടല്ലോ വിഷ്ണുനാഥേ. അങ്ങ് തന്നെ മറ്റൊരു കണക്ക് സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ വീഡിയോയിൽ ഉയർത്തിവെക്കുന്ന അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുന്ന ഒരു രേഖയുണ്ട്. ഒരു നിയമസഭ ചോദ്യോത്തര രേഖയാണിത്. അതിലെ ആദ്യത്തെ ചോദ്യം തന്നെ നോക്കൂ. 2011 പുതിയ സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത്, അതായത് UDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്നത്തെ നിലവിലെ പെൻഷൻ എത്രയായിരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായി 400 എന്ന് ആ രേഖയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ഒരു തീരുമാനമായല്ലോ. അതായത് 300 400 രൂപയാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടിയല്ല LDF സർക്കാരാണെന്ന് വ്യക്തം. 300 400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300 400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. നുണ പറയാൻ തീരുമാനിച്ചുറച്ച് ഇറങ്ങുന്നതിന് മുൻപ് അല്പം ഹോംവർക്കെങ്കിലും രണ്ടാൾക്കും ചെയ്യാമായിരുന്നു. ഷാഫി, ഇനി അടുത്ത ചോദ്യം ചോദിക്കേ, കേക്കട്ടെ. 400 500 ആക്കിയ ഗവൺമെന്റ് ഏതാ? അത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 500 600 ആക്കിയ ഗവൺമെന്റ് ഏതാ? അത് ഉമ്മൻചാണ്ടിയുടെ. അതെ, ഇത് ശരിയാണ്. 400 500 രൂപയാക്കി പ്രഖ്യാപിച്ചതും 500 600 രൂപയാക്കി പ്രഖ്യാപിച്ചതും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. പക്ഷെ എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള അന്നത്തെ അവസ്ഥ? കൂട്ടിയ പെൻഷൻ പോട്ടെ, മുൻപ് കൃത്യമായി മാസാമാസം കിട്ടിക്കൊണ്ടിരുന്ന ആ പെൻഷൻ പോലും ആളുകൾക്ക് കിട്ടാത്ത അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞാൻ വെറുതെ പറയുന്നില്ല. ഞാൻ 3 വീഡിയോകൾ കാണിക്കാം. അതിൽ രണ്ടെണ്ണം സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ തന്നെ അന്നത്തെ ക്യാബിനറ്റ് കഴിഞ്ഞുള്ള മീഡിയ ബ്രീഫിംഗ് ആണ്. 3ാമത്തെ വീഡിയോ ഇതാണ്. ആ സർക്കാരിലെ തന്നെ മന്ത്രിയായിരുന്ന ശ്രീ MK മുനീറിന്റെ ചാനലായിരുന്ന ഇന്ത്യ വിഷനിലെ ഒരു വാർത്തയാണ്, അന്നത്തെ വാർത്തയാണിത്. ആദ്യം നമുക്ക് ഇത് കാണാം, എന്നിട്ട് ബാക്കി വിഷയത്തിലേക്ക് വരാം. വിയർപ്പൊഴുക്കിയ കർഷകർക്ക് വാർദ്ധക്യകാലത്തെ ഏക നീക്കിയിരിപ്പാണ് കർഷക തൊഴിലാളി പെൻഷൻ. ആശ്രയമാകേണ്ട കർഷക പെൻഷനോട്ട് പ്രയോജനപ്പെടുന്നുമില്ല. VS സർക്കാർ അധികാരത്തിലിരുന്ന സമയത്താണ് 60 വയസ്സ് പിന്നിട്ട കർഷകർക്ക് മാസം 300 രൂപ പെൻഷൻ സഹായം ഏർപ്പെടുത്തിയത്. 2012-2013 ബജറ്റിൽ ധനമന്ത്രി KM മാണി കർഷക പെൻഷൻ കുടിശ്ശിക സഹിതം പണം നൽകുമെന്നും വാഗ്ദാനം നൽകി. ഓണക്കാലത്ത് 1500 രൂപ നൽകിയതല്ലാതെ പിന്നീട് ഇതുവരെ 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പരാതിപ്പെടുന്നു. അതിനാൽ തന്നെ പെൻഷൻ 500 രൂപയായി വർദ്ധിപ്പിച്ച പുതിയ ബജറ്റിലും കർഷകർക്ക് പ്രതീക്ഷയില്ല. കഴിഞ്ഞ ഓണത്തിന് ബാക്കി മുഴുവൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 1 പൈസ പോലും കൊടുത്തിട്ടില്ല. 1200 രൂപ എന്തോ അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത്തവണത്തെ ബഡ്ജറ്റിലാണ് സാർ 500 രൂപ പ്രഖ്യാപിച്ചു. ഈ 400 രൂപയും ഇത്തവണ പ്രഖ്യാപിച്ച 500 രൂപയും കിട്ടിയിട്ടില്ല. ഒരു വലിയ തുക കർഷക പെൻഷനായിട്ട് കർഷകർ ഇടാനുണ്ട്. കണ്ടില്ലേ, കൂട്ടിയത് കിട്ടിയില്ലെങ്കിലും കിട്ടിക്കൊണ്ടിരുന്നതെങ്കിലും കിട്ടിയാൽ മതിയെന്നായിരുന്നു അന്ന് പെൻഷൻ വാങ്ങുന്നവരുടെ യഥാർത്ഥ അവസ്ഥ. തീർന്നില്ല. ഇനി ശ്രീ ഉമ്മൻചാണ്ടി 2014 ഓഗസ്റ്റിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിന്റെ ഭാഗം കാണാം. സാമൂഹ്യക്ഷേമ പെൻഷനുകളും കുടിശ്ശിക സഹിതം ഓണത്തിന് മുമ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. കുടിശ്ശിക അടക്കം കൊടുക്കാനുള്ള പെൻഷൻ ഓണത്തിന് മുൻപ് കൊടുക്കുമെന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. ഇനി ബാക്കി കേൾക്കാം. കഴിഞ്ഞ വർഷം ഗവൺമെന്റ് യഥാസമയം ഫണ്ട് റിലീസ് ചെയ്തിട്ടും പഞ്ചായത്തുകൾ പലതും അതിന് അർഹതയുള്ളവർക്ക് കൊടുത്തില്ല. ഓണത്തിന് ശേഷമാണ് കൊടുത്തത്. കഴിഞ്ഞ ഓണത്തിന് മുമ്പ് കൊടുക്കാൻ വെച്ചത് പഞ്ചായത്തുകളുടെ അനാസ്ഥ മൂലം കൊടുക്കാൻ പറ്റിയില്ലത്രേ. പോട്ടെ. ഇത് 2014 ഒരു വീഡിയോ ആയിരുന്നു. തൊട്ടടുത്ത വർഷം 2015 നവംബറിൽ നടത്തിയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു പ്രസ് മീറ്റ് നമുക്ക് കാണാം. ക്ഷേമ പെൻഷനുകൾ 32 ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള പെൻഷൻ 6 മാസത്തെ തുക 1320 കോടി രൂപ ഗവൺമെന്റ് ഡിസ്പേഴ്സ് ചെയ്തിരുന്നു. ഓക്കെ, ഒരു 6 മാസത്തെ കുടിശ്ശികയുണ്ട്. അത് കൊടുക്കാൻ വേണ്ടി 1320 കോടി രൂപ ഡിസ്പേഴ്സ് ചെയ്തു. ശരി, ഇനി ബാക്കി പറ. ഇതില് 352 കോടി രൂപ ബാങ്ക് വഴിയും ഇലക്ട്രോണിക് മണി ഓർഡർ വഴിയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും ബെനിഫിഷ്യറീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി 1320 കോടി രൂപ, അതിനകത്ത് 353 കോടി രൂപ മറ്റേ മണി ഓർഡർ വഴിയും ബാങ്ക് വഴി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, 968 കോടി രൂപ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് വഴി കൊടുക്കുന്നതിനാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ ആ പൈസ കൊടുത്തിട്ടുണ്ടാവില്ലേ? അതില് നാമമാത്രമായ തുക മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ച് 50 കോടി രൂപയിൽ താഴെ മാത്രമേ ഇതിന്റെ ബെനിഫിഷ്യറീസിന് കൊടുത്തിട്ടുള്ളൂ. അതായത് 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ വെച്ച 1320 കോടിയിൽ ഏതാണ്ട് 400 കോടിയിൽ താഴെ മാത്രമേ ജനങ്ങൾക്ക് കിട്ടിയുള്ളൂ. ബാക്കി കൊടുത്തില്ല. ആലോചിക്കണം, ഈ പത്രസമ്മേളനം നടക്കുന്നത് 2015 നവംബർ മാസത്തിലാണ്.
അത് കഴിഞ്ഞ് വെറും 6 മാസത്തിനുള്ളിൽ UDF സർക്കാർ മാറി LDF സർക്കാർ വന്നു. ഇതായിരുന്നു പെൻഷൻ വിതരണത്തിന്റെ കേരളത്തിലെ അന്നത്തെ അവസ്ഥ. 500 ആക്കിയ ഗവൺമെന്റ് അത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 500 ആക്കിയ ഗവൺമെന്റ് അത് ഉമ്മൻചാണ്ടിയുടെ. അവസാനത്തെ വിഷയത്തിലേക്ക് വരാം. ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങുന്ന സമയത്ത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കലിനായിരുന്നു ഈ വിഷ്ണുനാഥും ഷാഫിയും പിന്നീട് ശ്രമിച്ചത്. അതിനുവേണ്ടി അവർ 2 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേത് ഒരു നിയമസഭാ രേഖയാണ്. രണ്ടാമത്തേത് അതിശയോക്തി നിറച്ച ഒരു കുരുട്ടുബുദ്ധി ചോദ്യമാണ്. ഒന്നാമത്തെ നിയമസഭാ രേഖ നമുക്ക് പരിശോധിക്കാം. ഇത് നിയമസഭ ഉത്തരവാണ്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ കുടിശ്ശിക ഇനത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത് 1389 കോടി രൂപയാണെന്നാണ്. ഷാഫിക്ക് അറിയാലോ 18 മാസത്തെ കുടിശ്ശികയാണെങ്കിൽ 4500 5000 കോടി രൂപ വേണ്ടിവരുമായിരുന്നു. ആ സ്ഥാനത്ത് ഇവർ 1389 കോടി ഇവർ പോലും പറയുന്നത്. ഇതാണ് ക്ലാസിക്കൽ ലൈൻ ഓഫ് കൺഫ്യൂസിംഗ്. അതായത് 1389 കോടി രൂപയുടെ കണക്ക് മാത്രം വായിച്ച് തൊട്ടപ്പുറത്തെ ചോദ്യം അതിന്റെ ഉത്തരം വായിക്കാതെ മനഃപൂർവ്വം ഇവർ വിട്ടുകളഞ്ഞു. തൊട്ടടുത്ത ചോദ്യവും ഉത്തരവും നോക്കൂ. ചോദ്യം: ഈ സർക്കാർ, അതായത് UDF സർക്കാർ കഴിഞ്ഞു വന്നിട്ടുള്ള LDF സർക്കാർ വരുന്ന സമയത്ത് എത്ര മാസത്തെ പെൻഷൻ LDF സർക്കാർ വിതരണം ചെയ്തു എന്ന് അറിയിക്കുമോ എന്നുള്ളതാണ് ഉത്തരം. 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 16 ജൂൺ മുതൽ 17 മാർച്ച് വരെയുള്ള 10 മാസത്തെ, അതായത് കൃത്യമായി 18 മാസം എന്ന് തന്നെ, 18 മാസത്തെ കുടിശ്ശിക എന്ന് തന്നെ ഈ രേഖയിലുണ്ട്. തീർന്നില്ല. ഈ രേഖ വെച്ച് അവർ തെറ്റിദ്ധരിപ്പിക്കാൻ, കൺഫ്യൂസ് ചെയ്യാൻ നോക്കുന്നത് ഈ 1389 കോടി കുടിശ്ശികയുടെ കണക്ക് പറഞ്ഞാണ്. ഇതിനുള്ള ക്ലാരിറ്റി ഇവരുടെ തന്നെ വീഡിയോയിലുണ്ട്. അതായത് സലാമിന്റെ ക്വസ്റ്റ്യനും KN ബാലഗോപാലിന്റെ ഉത്തരവും അവർ അവരുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിലെ പരമപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടാണ് ഇവർ ബാക്കിയുള്ള ഭാഗം മാത്രം വായിക്കുന്നത്. നമുക്ക് ആ ഭാഗം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കൺഫ്യൂഷന് ഉത്തരം കിട്ടും. ഇവർ വായിക്കാതെ ഒഴിവാക്കി വിട്ട കാതലായ ഭാഗം ഇതാണ്. പ്രാദേശിക സർക്കാരുകൾ വഴി പെൻഷൻ വിതരണം ചെയ്തിരുന്ന അക്കാലത്ത് മേൽനോട്ട സംവിധാനത്തിന്റെയും രേഖകളുടെയും അഭാവം ഉണ്ടായിരുന്നതിനാൽ വ്യത്യസ്ത പ്രാദേശിക സർക്കാരുകളിലും വ്യത്യസ്ത ഗുണഭോക്താക്കൾക്കും വിഭിന്ന രീതിയിലാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത്. അതായത് ആകെ സങ്കീർണമായ അവസ്ഥയാണ് അന്ന് നിലനിന്നിരുന്നത്. മൊത്തത്തിലാകെ അൽക്കുൽത്തായ, എന്റെ നാട്ടിലെ ലോക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ കൺസകുൺസയായി കിടക്കുന്ന ഒരു പെൻഷൻ വിതരണമായിരുന്നു ആകെ അന്ന് ഉണ്ടായിരുന്നത്. ആർക്കൊക്കെ എത്ര കിട്ടി, എത്ര കിട്ടാനുണ്ട്, ഇതിനെല്ലാം വല്ല രേഖയുണ്ടോ, അങ്ങനെ യാതൊരു ഐഡിയയും പ്രോപ്പറായ രേഖകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് 34 ലക്ഷം പേർക്ക് 600 രൂപ വെച്ചിട്ട് 18 മാസം കിട്ടാനുണ്ടായിരുന്നെങ്കിൽ 1350 കോടി രൂപയേക്കാൾ കൂടുതൽ ഉണ്ടാകുമായിരുന്നല്ലോ എന്നൊക്കെ നിഷ്കളങ്കമായി ഇവർ രണ്ടുപേരും ചേർന്ന് തട്ടിവിടുന്നത്. പക്ഷേ ഈ നിയമസഭാ രേഖ വെച്ചുകൊണ്ട് മാത്രം ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയതിനാലാകണം അവർ അവരുടെ കൺഫ്യൂസിംഗിന്റെ വജ്രായുധം പുറത്തെടുത്തു. KM മാണിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് നിയമസഭ തല്ലിപ്പൊളിച്ച ഈ ആളുകൾ 18 മാസം കുടിശ്ശിക ഉണ്ടായിട്ട് പോലും ഒരു അടിയന്തര പ്രമേയം പോലും അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? അത് തന്നെ വളരെ വ്യക്തമാണ്. ഇത്രയും പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ LDF UDFനെതിരെ ഇതിന്റെ പേരിൽ, ഈ പെൻഷൻ കുടിശ്ശികയുടെ പേരിൽ ഒരുപാട് സമരം ചെയ്യുമായിരുന്നല്ലോ എന്ന്. ഏത്? ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ അന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അന്ന് ഈ സർക്കാരിനെ വിശേഷിപ്പിച്ചത് തീവെട്ടിക്കൊള്ള എന്നാണ്. പ്രതിപക്ഷത്തുള്ളവർക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സമയം കിട്ടാതിരുന്ന, ഒരു ഗ്യാപ്പ് കിട്ടാതിരുന്ന, നിരന്തരം സമരം ചെയ്യേണ്ടി വന്നിരുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ കാലം. സമരമുഖരിതമായിരുന്നു അന്ന് കേരളം മുഴുവൻ. മഴക്കാലത്ത് മഴ പെയ്യുന്ന പോലെ എത്രയും സ്വാഭാവികമായിരുന്നു UDF ഭരണകാലങ്ങളിലെല്ലാം പെൻഷൻ മുടങ്ങുക എന്നുള്ളത്. ഈ വീഡിയോയുടെ അവസാനം ശ്രീ ഷാഫി പറമ്പിൽ MP പറഞ്ഞ ഒരു ഡയലോഗ് കേട്ട് കുറച്ചു നേരം ഞാൻ ചിരിച്ചു. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളല്ല യാഥാർത്ഥ്യങ്ങൾ. പ്രിയപ്പെട്ട വടകര MP, അങ്ങയോടാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഫോർവേഡ് മെസ്സേജുകളായാലും, അതല്ല ഇതുപോലെ ക്യാമറയ്ക്ക് മുൻപിലിരുന്ന് A4 ഷീറ്റുകൾ നിരത്തിയിട്ട് കള്ളവും കൺഫ്യൂഷനും നിറച്ച് പടച്ചുണ്ടാക്കി വിടുന്ന ഫുൾ HD സിനിമാറ്റിക് വീഡിയോ ആയാലും രണ്ടിന്റെയും ഗ്രാവിറ്റിയൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. കള്ളവും കൺഫ്യൂസിങ്ങുകളുമായി നിങ്ങൾ ഇനിയും വരണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.